നിമിത്തം ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് മാലാഖമാരെ ഏറ്റുപാടിയ ഗാനം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എത്രയോ കാലങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും അതിൻ്റെ നന്മയും സൗന്ദര്യവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും നിറം മങ്ങിപ്പോയിട്ടില്ല. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പൂജാതനായ ദിവസം മാലാഖമാർ, സ്വർഗത്തിലെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യപുത്രന് താരാട്ട് പാടിയ ഗീതങ്ങളാണല്ലോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന ഗാനം. അന്ന് ദൈവത്തെ ദർശിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യർക്ക് ആർക്കും ഭാഗ്യം ലഭിച്ചില്ല. കാലങ്ങളായി ക്രിസ്തുവിനെ കാത്തിരുന്ന ജനങ്ങൾക്ക് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യെശയ്യാ പ്രവാചകൻ യുഗങ്ങൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നു, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്നറിയപ്പെടും എന്ന്. പക്ഷേ കന്യക ഓരോ വീടിൻ്റെയും മുമ്പിൽ വന്ന് മുട്ടിവിളി ചോദിച്ചു, എനിക്കൊരിടം തരുമോ എന്ന്. ദൈവപുത്രന് ജനിക്കാൻ ഒരിടം കൊടുക്കാൻ അന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും തിരിച്ചറിവുണ്ടായില്ല. ദൈവപുത്രന് അതിനുള്ള യോഗ്യത ഒരു ഭവനത്തിലും കണ്ടു കിട്ടിയില്ല. അവസാനം കാലിത്തൊഴുത്തിലെ ബെത്ലഹേമിൽ പാതിരായിക്ക് കന്നുകാലികൾ രാത്രി വിശ്രമിക്കുന്ന വിശ്രമസങ്കേതമായ ഒരു കാലിത്തൊഴുത്തിൽ, വിശാലമായ കാലിത്തൊഴുത്തിൻ്റെ അടിത്തട്ടിൽ ഒരു ചെറിയ ഗുഹയിൽ മാതാവ് ഉണ്ണീശോയ്ക്ക് ജന്മം നൽകി. ആ സമയത്ത് ആരും ഭൂമിയിൽ ഒരു പൂത്തിരി കത്തിക്കാനോ നക്ഷത്രവിളക്ക് തൂക്കുവാനോ പടക്കം പൊട്ടിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. സ്വർഗത്തിലെ മാലാഖമാർ ഭൂമിയിലേക്ക് താണിറങ്ങി ഓരോ അവരുടെ ദിവ്യപ്രകാശം കൊണ്ട് ആ നാട് മുഴുവൻ പ്രസരിച്ചു. ദൂരെ കുറച്ച് അകലെയായി ആട്ടിടയന്മാർ, തീ കാഞ്ഞുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ഉണ്ണീശോയുടെ വരവിനെക്കുറിച്ച് അവരെ അറിയിച്ചു. നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്ക് മാത്രമാണ് ദൈവത്തെ ദർശിക്കാനുള്ള കൃപ. ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ണീശോ കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ ഹൃദയങ്ങളും മന്ദീഭവിച്ചു പോയിരിക്കുന്നു എന്ന സമയങ്ങളിൽ കർത്താവിനോട് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന്. ഈ 25 നോയമ്പ് കാലം നമുക്ക് നമ്മുടെ മനസ്സിനെ ക്രമപ്പെടുത്തുവാനും നമ്മുടെ മനസ്സിലെ അന്ധത മാറ്റുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവകുമാരന് നമ്മുടെ ഹൃദയത്തിൽ ജന്മം നൽകുവാനുള്ള ഇടം കൊടുക്കുവാനും നമ്മളെ കൊണ്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരക്ഷകനായ ഈശോ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പതിതരും പാവപ്പെട്ടവരുമായ നാട്ടിടയന്മാരോടും ദൂരദേശങ്ങളിൽ നിന്ന് വന്ന 3 പൂജരാജാക്കന്മാരുമല്ലാതെ മറ്റാരും ദൈവത്തെ ദർശിച്ചില്ല. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആചരിക്കുമ്പോൾ, ഓരോ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം വിശുദ്ധിയോടെ ജനിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ദൈവത്തോടൊത്ത് സ്വർഗത്തിലെ സകല മാലാഖമാരോടും ചേർന്ന് ഭൂമിയിലെ ദൈവത്തെ ആരാധിക്കാൻ വന്ന ആട്ടിടയന്മാരോടും പൂജരാജാക്കന്മാരോടും ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം. അപ്പോൾ കൂട്ടിലേക്ക് കടന്നു വരുവാനുള്ള യോഗ്യത നമ്മൾക്കും തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകം മുഴുവനെയും ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു.